നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പം തിന്നുന്നുവല്ലോ. അടുത്തത് ഇവിടെ വിശ്വാസം കണ്ടിട്ട്. യേശുവിന് വേർതിരിവുണ്ടെന്നല്ല അർത്ഥം. യേശു വന്നത് ഞാൻ യഹൂദന്മാരുടെ ഇടയിലാണ്. നിങ്ങളെ നായ്ക്കുട്ടികൾ എന്നല്ല ഇവന്മാർ വിളിക്കുന്നത്. ആദ്യം ഇവന്മാർക്കിട്ട് ഞാനൊരു പണി കൊടുക്കട്ടെ, എന്നിട്ട് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ച് ഒന്നാക്കാൻ വന്നവനാണ്. സ്തോത്രം. യഹൂദനും ജാതികളും തമ്മിൽ വേർപാടുണ്ടായിരുന്നു. യഹൂദൻ ശമരിയ പട്ടണത്തിൽ കയറത്തില്ല. അവിടെ കയറുമ്പോൾ അവൻ കാലിൽ പൊടി തട്ടിട്ട് അങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ അവിടെ കാലിൽ പൊടിയും തട്ടിട്ട് ഇങ്ങോട്ട് എല്ലാം പിടികിട്ടുന്നു. ഇതുപോലെ വംശീയത ഉണ്ടായിരുന്നൊരു ജനമായി യഹൂദൻ. നമ്മളെല്ലാം ജാതികൾ. പിന്നെ ചിലർക്ക് നല്ല കളറും ഏഞ്ചലിനെ പോലെ, ചിലർക്ക് നമ്മളെപ്പോലെ അണ്ണനെ പോലെയൊക്കെ കളറ് വന്നു. അതെന്നാ കാരണം എന്നറിയാമോ? ജാതിയുടെ ശ്രേഷ്ഠതയല്ല, പിന്നെന്തുവാ പറയാം. ഓരോ മനുഷ്യനും ഓരോ ജോലിയിൽ ഏർപ്പെട്ടു. ചിലർ മീൻ പിടിക്കാൻ പോയി, ചിലർ പാടത്ത് പണിക്ക് പോയി, ചിലർ സ്വർണ്ണപ്പണിക്ക് പോയി, ചിലർ മേക്കാട് പണിക്ക് പോയി, ചിലർ പൂണൂരൊട്ട് പൂജിക്കാൻ പോയി, ചിലർ ഓഫീസിൽ ജോലിക്ക് പോയി. അവരുടെ ക്ലൈമറ്റിനനുസരിച്ച്, അവരുടെ കാലാവസ്ഥയനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കളറ് വന്നു. ഇതിനകത്തിരിക്കുന്ന അണ്ണൻ ഒരു 50 ദിവസം, ഒരു 2 മാസം, 1 വർഷം എ സിക്കകത്ത് കയറിയിരിക്കാവോ? തിരിച്ചു വരുമ്പോൾ അണ്ണൻ പറയും എനിക്ക് രാജുവിനോട് കൂടി ഇരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറയും. ഇത് കിട്ടിയോ? വെയിലൊന്നും കൊണ്ടാതിരുന്നേ, കളറങ്ങ് മാറും. രാമൻ പറയാനുണ്ടോ? ഇവിടുന്ന് നമ്മൾ വലിയ വെള്ളക്കാരാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അമാര് നമ്മളെ വിളിക്കുന്നത് എന്നാന്നറിയോ? സായിപ്പന്മാർ. നമ്മൾ കറുത്തവർക്ക് ആരും മിണ്ടുന്നില്ല ഇവിടെ. അപ്പോഴാ അവൻ്റെ ജാതിയായിട്ട് കാലുമടക്കി അടിക്കണം അവരുടെ. ഹല്ലേലൂയ. യഹൂദനെന്നും യവനനെന്നും ജാതിയെന്നും വ്യത്യാസമില്ല, സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ല. ദൈവവചനം പറഞ്ഞു നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇത് പറയാൻ വന്ന സാഹചര്യം, വെള്ളി പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഇപ്പൊ ഞാൻ പറയാം, ആ ഉപദേശം നോക്കിട്ട് പറയാം, കീഴൊന്നും പോയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. പിടികിട്ടുന്നവരുണ്ടോ? ആരെങ്കിലും ജാതി ദൈവസഭയ്ക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ വചനം വെച്ചിട്ട് പറയാം, നിന്നെ കീടം കിടപ്പുണ്ട്, അതുകൊണ്ടാ. കീടം കത്തിക്കഴിഞ്ഞാൽ നീ ഒരുമിച്ചിരിക്കും. യഹൂദന് ഇച്ചിരി കീടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അമാര് യെറുശലേമിൽ തന്നെ ഇരുന്ന്. തമ്പുരാൻ എന്ത് ചെയ്തു? പത്രോസ് ഒരിക്കൽ ഒരു തോൽക്കൊല്ലൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു തുപ്പട്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ട് പറഞ്ഞു. അതിനകത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ട്, കുളമ്പുള്ളതും ഇല്ലാത്തതും. യഹൂദന് കുളമില്ലാത്തതിനെ കഴിക്കത്തില്ല. ഇതിനെല്ലാം കൂടി ഇറക്കി കൊടുത്തു. പത്രോസ് ചെയ്ത് എന്നാ തമ്പുരാൻ പറഞ്ഞു, എടാ അറുത്ത് തിന്നാൻ പറഞ്ഞു. ഉടനെ പത്രോസിന് മറുപടി, കർത്താവേ ശുദ്ധിയില്ലാത്തതിനെയൊന്നും ഞങ്ങൾ തിന്നുകയില്ല. തമ്പുരാൻ പറഞ്ഞു, എടാ ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. ഇവൻ ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിന്ന് 2 പേരും ഒന്ന് വാതിലെ മുട്ടുന്നത്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ വിട്ടതാ, കൂടെ ചെല്ലടാന്ന് പറഞ്ഞു. അർത്ഥം, യഹൂദനായിരിക്കുന്ന പത്രോസ് അവൻ ശമരിയയിലുള്ളവരുടെ വീട്ടിൽ പോകത്തില്ല. കൊർന്നല്യോസ് ജാതിയിൽ നിന്ന് വന്നതാ. അവനെ കണ്ടു കഴിഞ്ഞാൽ പത്രോസ് പോകത്തില്ല. പോകുന്നതിന് മുമ്പ് തമ്പുരാൻ വെളിപ്പാട് കൊടുത്തു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്നെണ്ണരുത്. പത്രോസ് എന്ത് ചെയ്തു? ഒന്നും മടിച്ചില്ല. തമ്പുരാൻ പറഞ്ഞു, കൂടെ അങ്ങോട്ട് ചെന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നവനും ദാനധർമ്മം ചെയ്യുന്നവനുമാ. പത്രോസ് അവരുടെ നടുവിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മാവ് അവരുടെ മേലെ ഇറങ്ങി വന്നു. ആ അഭിഷേകത്തിന്റെ ശക്തി കണ്ട പത്രോസ് മടങ്ങി വന്ന് അവൻ യെരൂശലേമിലുള്ള മൂപ്പന്മാരോട് പറഞ്ഞു, നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ആത്മാവ് തന്ന അതേ ദൈവം അവരുടെ മേലും ആത്മാവിനെ തന്നു. സ്തോത്രം. വേർപാടിന്റെ മറുചുവർ ഇടിച്ചു, ക്രിസ്തുവിൽ നമ്മളെല്ലാം ഒന്നാക്കി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? ഗലാത്യ സഭയിൽ കൂടെ ചുറ്റിയടിച്ച് നിന്നപ്പോൾ യാക്കോബിന്റെ ഇടയിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ചിലർ വന്നു. യേശുവിന്റെ സഹോദരൻ യാക്കോബ്, പുള്ളിക്ക് ഇച്ചിരി കീടം ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് ഇച്ചിരി കീടം. പുള്ളി യാക്കോബിൻ്റെ ഇടയിൽ നിന്ന് ചിലർ വന്നിട്ട് പത്രോസിന് എടുക്കുമെന്ന്. അതെ, വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ യാക്കോബിന് എടുക്കുക എന്നാണ് വരുന്നത്. യാക്കോബ് ഈ പരിച്ഛേദനം കൂടെ ഏക്കണമെന്നാ പുതിയ അറിയിപ്പ്.
ഉടനെ എന്ത് ചെയ്തു? അത്രയും നേരം ജാതിയിലൂടെ തിന്നു കുടിച്ചിരുന്ന പത്രോസ് പെട്ടെന്ന് മറുഭാഗം ചാടി. അവൻ മാറി യഹൂദനുമായിട്ട് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് പൗലൂസ് ഈ വിവരം അറിയുന്നത്. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവനോട് മുഖാമുഖമായി ഘോരമായി വാദിച്ചു. യേശുവിൻ്റെ തെരഞ്ഞെടുത്ത ഒന്നാമത്തെ ശിഷ്യനായ പത്രോസിൻ്റെ അകത്ത് കീടമുണ്ടായിരുന്നു. ആ കീടം കണ്ട പൗലൂസ് അവനോട് എതിർത്ത് നിന്നിട്ട് പറഞ്ഞു, ജാതികളെയും ക്രിസ്തുവേശുവിൽ ഒന്നാക്കിയ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാൻ എത്ര പേരുണ്ട്? അതുകൊണ്ട് ഇതിനകത്ത് ജാതിയില്ല, ഇതിനകത്ത് വർണ്ണമില്ല, ഇതിനകത്ത് വ്യത്യാസമില്ല. കീടം പോയാൽ നാം എല്ലാവരും ഒന്ന്. സ്തോത്രം. കീടമിരിക്കുന്നോണ്ടാണ് ഇവിടെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ തീക്കകത്തൂടെ ഇറക്കി വിട്ട് നിന്നിലുള്ള കീടമെല്ലാം. കീടം വല്ല ഇരിപ്പുണ്ടോ? ജാതീയ കീടം, വർഗീയ കീടം, സമ്പത്ത് കീടം, ഉന്നതഭാവ കീടം, അറിവുള്ള കീടം. അതിച്ചിരി കീടമാണ്. കീടം, കാശുള്ള കീടം, കളറിൻ്റെ കീടം. വെളുത്തവർക്ക് മാത്രമല്ല കീടം, കറുത്തവർക്കും ഉണ്ട് കീടം. എന്നറിയോ? ഈ കറുത്ത ആൾക്കാർക്ക് വെളുത്ത ആൾക്കാരെ കാണുമ്പോൾ ഒരു കീടമുണ്ട്. അതുകൂടെ പറയണമല്ലോ. വെളുത്ത ആൾക്കാർക്ക് കറുത്തവരെ കാണുമ്പോൾ ഒരു കീടം ഉണ്ട്, കറുത്ത ആൾക്കാർക്ക് വെളുത്തവരെ കാണുമ്പോൾ കീട ഇരിപ്പുണ്ടകത്ത്. രാമയും പറഞ്ഞില്ല. നല്ലൊരു രാമയും പറ. കീടമെല്ലാം പോയാ ഒരുമിച്ച് നിൽക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ വിശുദ്ധ ആരാധനയിൽ ദൈവം നമ്മുടെ കീടത്തെ കത്തിക്കട്ടെ. എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നു? ഏതെങ്കിലും ഒരു കീടം എന്നിൽ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ എന്നെ ഒന്ന് കത്തിക്കണമെന്ന് ആര് പറയും? അങ്ങനെയുള്ളവർക്കായി സ്തോത്രം ചെയ്യുകയാ. പല സഭകളിലും ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ കീടങ്ങൾ കാരണം പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആത്മാവിൻ്റെ ശക്തിയിൽ പോരാടാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. സ്തോത്രം. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ അത് വിഷമമാകും. ഞാൻ പറയുന്നില്ല. പലയിടത്ത് പോയപ്പോഴും ഈ കളറ് കുറവുള്ളതുകൊണ്ട് ഒത്തിരി കീടാണുപ്രയോഗമൊക്കെ നടത്തിയതാ. പക്ഷെ ദൈവകൃപയ കീടത്തെയൊക്കെ കത്തിച്ചു. ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നമുക്ക് വേഗത്തിൽ വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:10 വായിച്ചേ. നല്ല കീടം അങ്ങ് കത്തട്ടെ. 48:10. ശ്രദ്ധിക്ക്, കീടം എങ്ങനെ കളയുന്നേ? ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെയല്ല കേട്ടോ. വെള്ളി ഊതിക്കഴിക്കുന്നത് തീക്കകത്തോടെ ചൂടിനകത്തിട്ടാ. അപ്പൊ വെള്ളിയിലെ കീടം പോകും. പക്ഷെ ഒരു ദൈവ പൈതലിനെ ശുദ്ധീകരിക്കുന്നത് എങ്ങനാന്നറിയാമോ? വചനം പറയുന്നു, കഷ്ടതയുടെ ചൂളയിൽ ആക്കുന്നു ശോധന കഴിക്കുന്നത്. രാമൻ പറഞ്ഞില്ല. എവിടെ നോക്കിക്കേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചെന്നാ പറഞ്ഞേ, കഷ്ടതയെ ജയിച്ചെന്നല്ല. അർത്ഥം ക്രിസ്തു വിശ്വാസി അറിഞ്ഞോണം, നീ പോകുന്നത് കഷ്ടതയുടെ തീച്ചുളക്കകത്തൂടാ. അതെന്തിനാന്നറിയാവോ? നിന്നെ പണത് പൊന്നാക്കിയെടുക്കാൻ. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും എൻ്റെ പൊന്ന് പാസ്റ്റേ, കഷ്ടതയുടെ തീച്ചൂളലാണ് ഞാൻ കടന്നു പോകുന്നത്, പ്രതിസന്ധിയുടെ തീച്ചൂള്. ഞാൻ നിന്നെ നോക്കി ആമേൻ പറയും. എൻ്റെ ദൈവം നിന്നെ പണതെടുത്തോണ്ടിരിക്കുകയാ, നിന്നെ പൊന്നാക്കിക്കൊണ്ടിരിക്കുകയാ. അപ്പൊ ചോദിക്കട്ടെ പാസ്റ്റർ, എന്നാ പണി തീരുന്നേ? എന്നാണ് ഈ കഷ്ടതയുടെ പണി തീരുന്നേ? നാളെ തീരുവോ? അടുത്ത ആഴ്ച തീരുവോ? അടുത്ത മാസം തീരുവോ? അടുത്ത വർഷം തീരുവോ? ഇല്ല. ഞാൻ പറയും എന്ന് തീരും. പറയാം, കാഹളം ധ്വനിക്കുമ്പോ നിന്റെ കഷ്ടത മാറും. അതുവരെ ഈ ഭൂമിയിൽ നിനക്ക് കഷ്ട
കഷ്ടതയുണ്ട്. ആത്മാവിൽ ഞാൻ വചനത്തിൽ ദൂത് പറയാം, ഈ കഷ്ടതയുടെ തീക്കകത്തൂടെ നിന്നെ പണിതെടുക്കുന്നത് ഇവിടെ നിന്നെ സമ്പന്നനാക്കാനല്ല, പിന്നെയോ ദൈവകാര്യത്തിൽ സമ്പന്നനായി നിനക്ക് വെള്ള വസ്ത്രം ധരിച്ച് നിന്റെ ആത്മാവിന് ശുഭ തുറമുഖത്തെത്തിക്കാനാ ഈ കഷ്ടത. ഇത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് യേശുവിന് അധികാരമുള്ള നാമത്തിൽ പാട്ട് പാടിയാ പോരാ, അർത്ഥം മനസ്സിലാക്കി പാടണം. നമ്മൾ പാടി 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 പാട്ട് തെറ്റിച്ചാ പാടുന്നത്. നമ്മൾ ഈ പലരും പാടുന്നത് എന്നു തീരും എൻ്റെ കഷ്ടം ഇന്ന്, അങ്ങനല്ല പാട്ട്. അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമല്ല, അന്നു തീരും എൻ്റെ കഷ്ടം. വാസ്തവത്തിൽ പാട്ടെങ്ങനാ? നമ്മൾ പാടി 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 കട്ടതയെല്ലാം അങ്ങോട്ട് പിടി പാട്ടുകാരൻ വർഷിപ്പിക്കേറി എന്നു തീരും എൻ്റെ കഷ്ടം. തീരും മിക്കവാറും. അന്നു തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരോർത്തു പാടിയാർക്കുമേ. അടുത്തത് എന്നെനിക്ക് സാധ്യമോ ഈ മകൾ സമ്മേളനോ, എന്നെനിക്ക് സാധ്യമോ. പ്രിയ ദൈവമക്കളെ, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ തീച്ചുളയാ. കാറും ലോറിയുണ്ട്, ഉണ്ടതൊക്കെ നന്മയൊക്കെ ഇതിനകത്തുണ്ട്. എങ്കിലും കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ നീ കടന്നാൽ ഞാൻ നിന്നോട് പറയാം, അതിൻ്റെ അന്ത്യം നീ പറുദീസയിലെത്തും. ഇന്നും നീ എൻ്റെ കൂടെ പറുദീസയിലെത്തുമെന്ന് കള്ളനെ നോക്കി വിളിച്ച് ചുമ്മാ പറഞ്ഞതല്ല. അന്ന് രാത്രി തന്നെ അവനെ പറുദീസയിലെത്തിച്ച ഒരു നല്ലവൻ ഇവിടെ വന്നിട്ടുണ്ട്. അർത്ഥം മരണാനന്തര ജീവിതത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ, ഒരു നിത്യത നിനക്ക് നല്ലത് കിട്ടണമെങ്കിൽ ഈ ലോകത്തെ കഷ്ടങ്ങൾ സാരമില്ല. പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കരമടിച്ച് കരമടിച്ച് നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കാൻ എത്ര പേരുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. വലിയ വീടില്ലെന്നോർത്തോ, അതുകൊണ്ട് വലിയ വീടില്ലെന്നോർത്തോ, വലിയ സമ്പത്തില്ലെന്നോർത്തോ, വലിയ സൗന്ദര്യമില്ലെന്നോർത്തോ, വലിയ വസ്ത്രമില്ലെന്നോർത്തോ, കഴിക്കാൻ നല്ലതില്ലെന്നോർത്തം നീ കരയണ്ട. എൻ്റെ ദൈവം ഈ കഷ്ടത നിനക്ക് തന്നത് നാളെ നിന്റെ കണ്ണുനീര് തുടച്ച് കാണാനാ. വചനം പറയുന്നു, അവൻ നിന്റെ കണ്ണിലെ കണ്ണുനീരല്ല മായ്ച്ചു കളയും. ഇന്ന് പകൽ എത്ര പേർക്ക് നന്ദിയോടെ ഒരു സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എത്ര പേർ പറയും, കർത്താവേ, ഈ ശോധനയും കഷ്ടതയും വേദനയും എന്നിൽ തന്നത് എന്നെ തകർക്കാനല്ലോ, കഷ്ടത തീച്ചൂള. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർക്കുമ്പോൾ കഷ്ടങ്ങൾ ചുമ്മാ പാടിയ പോരാ, ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പാട്. അപ്പം നിൻ്റെ നിരാശയെല്ലാം മാറും. ഇന്ന് പകൽ ആരുടെയൊക്കെ നിരാശകൾ മാറാൻ പോവുക. ഈ കഷ്ടത എൻ്റെ ദൈവം നിനക്ക് തന്നതാ, ഈ പരീക്ഷ എൻ്റെ ദൈവം നിനക്ക് തന്നതാ. പരീക്ഷയുടെ പോക്കുവഴിയുണ്ട്, കഷ്ടങ്ങളിലും പാടുവാനുള്ള കൃപയുണ്ട്. അവൻ നിന്നെ വഴി നടത്തും നിശ്ചയം. നീ വീട്ടിലെത്തുവോളവും അവൻ നിന്റെ കൂടെയുണ്ട്. കഷ്ടങ്ങളിൽ കേട്ടോ, കഷ്ടങ്ങളിൽ കേട്ടോ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. എത്ര പേർക്ക് ആ ദൂത് പിടികിട്ടി? അത് തിരിച്ചറിയുന്നവർ കരമടിച്ചൊന്ന് സ്തുതിച്ച്, ഈ കഷ്ടതയുടെ ശോധനയിൽ അവൻ ഏറ്റവും അടുത്ത തുണ, അടുത്ത തുണ, അടുത്ത തുണ. കരമടിച്ചെല്ലാവരും ആത്മാവിലും ആരാധിച്ച് ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു.
വെള്ളിയെ പോലെയല്ല. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. കഷ്ടതയുടെ ചൂളയിൽ ശോധന അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ലോ കഷ്ടതയാന്നല്ലേ പറഞ്ഞേ? ശോധനയാ. നീ പൊന്നായിട്ട് വരും. സ്തോത്രം. ഇവിടെ ഒന്നും നിനക്ക് കിട്ടിയില്ലേലും, ഇവിടെ ഒന്നും നിനക്കില്ലെങ്കിൽ അവിടെ എല്ലാം നിനക്കുണ്ട്. ഇവിടെ വീടില്ലേലും അവിടെ ദൈവം. രാമൻ പറ. ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് വീടിനിട്ട് മൈൻഡ് ചെയ്യാതെ ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് വീട്. ഇന്നലെ ചെന്ന സ്ഥലത്ത് ഐവറുകാലായി, അവർ UK ഫാമിലിയാണ്, നാട്ടിൽ വന്നതാണ്. അവരോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എവിടാ? നമ്മുടെ കരുനാഗപ്പള്ളി. വീടൊക്കെ എവിടെ ഉണ്ടോ? ഇല്ല റാസ്, ഇല്ല ചാ. പിന്നെങ്ങനെ? വാടകയ്ക്ക്. ചർച്ചോ? വാടകയ്ക്ക്. പെട്ടെന്ന് അച്ഛൻ ഫോൺ എടുത്തിട്ട് അകത്തോട്ട് പോയി. അവളെ കൂടെ വിളിച്ചു. കണ്ടു. ഞാൻ ഇത് തന്നെ പറ്റി. 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറയാം, ഫസ്റ്റ് അടുത്ത മാസം ഞങ്ങൾ UK പോകും. വന്ന് വീടിൻ്റെ താക്കോലും മേടിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു വലിയൊരു വീടാണ്, 2 നില, 5 പൈസ വാടക തരണ്ട, സകല ഫർണിച്ചറും എടുത്ത് കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ നിന്നു, ഞങ്ങൾ സപ്പോർട്ടോട് വേണേൽ തരാമെന്ന്. UK ഫാമിലി. ഞാൻ പറഞ്ഞു വേണ്ട, ദൈവം എന്നെ കരുനാഗപ്പള്ളിയിലാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ വീടില്ലേലും ഞാൻ പാട്ട് പാടിക്കോളാം. ഒരു ആമേൻ പറയാനുണ്ടോ? ആമേൻ പറയാനുണ്ടോന്ന് ചോദിച്ചു എൻ്റെ കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന്. ആരൊക്കെ നമുക്ക് എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ആരായാണ് അല്ലേ? എത്ര പേര് പറഞ്ഞു വീട് തരാം. അതൊന്നും നമ്മൾ നോക്കുക. അടുത്തത് യെഹെസ്കേൽ പ്രവചനം 22:18. കുറെ വാക്യം വായിച്ചെല്ലാം എന്ന് കേൾപ്പിച്ചിട്ട് വിടത്തുള്ളൂ. 22:18 ആ വാക്യം ഇങ്ങനെ: മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കീടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ അവരുടെ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. കീടമെന്നാ കീടവാശിരിക്കുന്നു. അർത്ഥം കീടമെന്നാ മറ്റു ട്രാൻസ്ലേഷൻ. ശ്രദ്ധിച്ച, ഇസ്രായേൽ ഗൃഹം ദൈവത്തിന് ആരായി തീർന്നു? ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും പോലെ പൊന്നായിട്ടില്ല. എന്നാൽ അവരെ പൊന്നാക്കാനാ ദൈവം വിളിച്ചത്. പക്ഷേ അവർ കറുത്തീയം പോലെ. കറുത്ത് ഉണ്ടോ ഇവിടെ ആരെങ്കിലും? ചെയ്ത ദൈവത്തിന് സ്തുതിക്കാമോ? നല്ലൊരു ആമേൻ പറയാമോ? ഈ പകല് ദൈവാത്മാ പറയുന്നു, നിന്നിലുള്ള സകല കീടങ്ങളും സകല അശുദ്ധികളും ദൈവം ഇന്ന് പകൽ പൊളിച്ചു കളയാൻ പോവാ. 66-ാം സങ്കീർത്തനം 10 പറയുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ഒന്നും കൂടെ പറയാം, ദൈവം സകല മനുഷ്യരെയും പരീക്ഷിക്കും വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ. അർത്ഥം, കീടം ഉണ്ടോന്നറിയാൻ ദൈവം പരീക്ഷിക്കുന്ന ദൈവമാ. ഏതൊരു ദൈവവൈദ്യം തിരിച്ചറിയണം, അങ്ങനെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് തീക്കകത്തിട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. തീക്കകത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അഗരോൻ അവരുടെ കുണുക്കെല്ലാം കൂടെ പറഞ്ഞ് തീക്കകത്തോട്ട്, അപ്പൊ പുരി കിട്ടിയതാണുള്ളത്. തീക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ കാള പുറത്ത്, തീക്കകത്തോട്ട് ഇടുമ്പോൾ അറിയാം കീടം മുഴുവൻ പുറത്ത്. തീക്കകത്തോട്ട് ഇടുമ്പോ നമ്മൾ ആരാണെന്ന് ദൈവത്തിന്. എല്ലാവരും കുനിഞ്ഞിരിക്കുകയാണ്, ഇങ്ങോട്ട് നോക്കുന്നത്. പ്രസംഗിക്കാൻ ഇവിടെ ഞാൻ തോക്ക് പോലെ നിൽക്കുന്നു, നിങ്ങളെല്ലാം കമന്നങ്ങ് ഇങ്ങോട്ട് നോക്കുന്നു. അപ്പം ഇവിടെ ഇങ്ങോട്ട് നോക്ക്. തീക്കകത്തോട്ട് ഇടുമ്പോൾ അറിയാം എന്നതാണ്
യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോവുക. പോണ വഴിക്ക് ഒരു തീ കത്തിയെന്ന് കരുതിക്കേ. അപ്പോൾ അറിയാം നീ ആരാണെന്ന്. തീക്കകത്തോട്ട് ഇട്ടാൽ സംഗതി മുഴുവൻ പുറത്ത് വരും. നല്ലൊരു ആമേൻ പറഞ്ഞേ. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. സദൃശ്യവാക്യം 25:4. സദൃശ്യവാക്യം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ ഒരു ഉരുപ്പടി കിട്ടും. സ്തോത്രം. അപ്പൊ ഒരു ഉരുപ്പടി കിട്ടണമെങ്കിൽ കീടം മാറണം. കേൾക്കുന്ന രാമൻ പറ. ഇതിനകത്തിരിക്കുന്ന നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഉരുപ്പടിയാകണമെങ്കിൽ കീടമെല്ലാം പോണമെന്നായി പറയുന്നത്. കീടം വെച്ചുകൊണ്ട് പോക്ക് നടക്കുകയല്ല. അപ്പം സ്വർഗത്തിലെ ദൈവം നിന്നെ നിത്യതയിൽ എത്തിക്കണമെങ്കിൽ ഇവിടെ ഇട്ട് തീ കത്തിച്ച് നിന്റെ കീടമെല്ലാം കത്തിച്ചിട്ടേ. ഈ കീടം കത്തുമ്പോൾ ഓടിപ്പോകരുത് കേട്ടോ. കീടം കത്തുമ്പോൾ പലരും കീടത്തിൻ്റെ കത്ത് തുടങ്ങുമ്പോൾ ഇട്ടാ ചന്ന് പോകും. പിന്നെ പ്രാർത്ഥനയ്ക്ക് വരികയില്ല, യോഗത്തിന് വരികയില്ല. വന്നപ്പോൾ ഭയങ്കര പരിപാടിയാക്കിയാൽ ട്യൂമർ പോകുന്നു, ക്യാൻസർ ഓടിപ്പോകുന്നു, ഭൂത വലറുന്നു. കീടം കത്തിക്കാൻ തുടങ്ങിയപ്പോഴേ കസേരയെല്ലാം ശൂന്യമാണ്. കീടം കത്തിയിട്ടും കത്താൻ വേണ്ടി നിന്ന് തരുന്നവർക്കായി സ്തോത്രം. അർത്ഥം മനസ്സിലാക്കിക്കോ. ഈ ഭൂമിയിൽ നിന്നെ തിരഞ്ഞെടുത്തത് സമ്പന്നനാക്കാനാ. ഏത് വിഷയത്തിൽ? ദൈവ വിഷയത്തിൽ. എങ്ങനെ? കീടമെല്ലാം കത്തിച്ച്, സകല കീടവും കത്തിച്ച്. വേഗത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിടാം. അടുത്തൊരു വാക്യം കൂടെ വായി. 1 പത്രോസിന്റെ ലേഖനം 1:7. പത്രോസിനെ പറ്റി എന്താ പറയുന്നത്? 1 പത്രോസ് 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിലേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ ഇങ്ങനെ ഇട വരും. വാക്യത്തിൻ്റെ അവസാന ഭാഗം കണ്ടോ? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയും തേജസ്സും മാനവും നിങ്ങളിൽ കാണണമെങ്കിൽ. ഈ വാക്യത്തിന് ആദ്യം അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വലുത്. അപ്പോൾ തീക്കകത്തിട്ട് കീടം കടിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പത്രോസ് പറഞ്ഞു, പുകഴ്ചയും തേജസ്സും മാനവും നിനക്ക് കിട്ടേണ്ടതിനാ. പൊന്നുപോലെ അകത്ത് തീ കയറ്റി നിന്റെ കീടമെടുത്ത്. അപ്പോൾ കീടം കത്തിക്കുമ്പോൾ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? പോകാതെ അവിടെ നിൽക്കുന്നത്. ഇപ്പം കീടം കത്തിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇപ്പോൾ 5-6 തുള്ളി ചാടിച്ച് വരുന്നുണ്ട് വിടുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കസേര ഒരു 3 ഒടിഞ്ഞേനെ. ഇരിയും കൂടെ വേണം ഒടിച്ചേനെ. കീടം കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിന് എല്ലാം കുനിഞ്ഞിരിക്കുക. ഇങ്ങോട്ട് കീടമല്ല, ഇങ്ങോട്ട് നോക്കാൻ. കീടം എല്ലാം അങ്ങ് കത്തട്ടെ. എനിക്ക് കൊണ്ട് ഇച്ചിരി കട്ടണമെന്നേ. കീടമില്ല രാജുണ്ണ. ഉണ്ടുണ്ട് ഇല്ലേ? മൊത്തം ഇന്ന് കത്തണം. സ്തോത്രം. അപ്പൊ എന്തിനാ കീടം കത്തിക്കുന്നത്? പത്രോസ് പറയുന്നു, പുകഴ്ചയും തേജസ്സും മാന്യതയും നിനക്ക് കാണാൻ. നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് കഷ്ടതയുടെ തീച്ചൂളയാ. പൊന്നുപോലെ ഉരുക്കി കീടം കത്തിച്ച് കളയാ. കണക്ട് ചെയ്ത് വരുന്നുണ്ടോ ദൂത്? ചേന്നരാമയം പറഞ്ഞേ. ഈ പത്രോസ് തന്നെ 4:12 പത്രോസ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം കൂടെ വന്നു എന്ന് കൂടി വെച്ച് അതിശയിച്ചു പോകരുത്. വാക്യത്തിൻ്റെ അർത്ഥം കേട്ടോണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ അർത്ഥം, വാക്കിനർത്ഥം, നീ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നീ ഒരു അഗ്നിശോധനയില്ല. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ നീ ഒരു എന്തിനാ അഗ്നിശോധന? പറഞ്ഞു കഴിഞ്ഞു. കീടം കളഞ്ഞ് തേജസ്സും മാനവും പുകഴ്ചയും നിന്നെ ധരിപ്പിക്കാൻ. അപ്പം രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ അഗ്നിശോധന അത് നടക്കുക. അത് നടക്കുന്നിടയ്ക്ക് പത്രോസ് പറയാം, അത് നടക്കുന്നിടയിൽ ഒരു അപൂർവ കാര്യം കൂടെ വന്നുവെന്നോർത്ത്
അതിശയിച്ചു പോകരുത്. പിടി കിട്ടിയോ? രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തീക്കകത്തൂടെ നീ നടന്നു പോവുക, കട്ടതയുടെ തീച്ചൂടെ കൂടെ നടന്ന് പോവുക. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു കട്ടതയും കൂടെ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിയവൻ്റെ തലേ പാമ്പും കൂടെ കടിച്ചെന്ന് പറഞ്ഞു. മനസ്സിലാക്കാൻ വേണ്ടിയാ ഇറങ്ങിയത് കഷ്ടതയ്ക്കകത്തോട്ടാ. ഈ കഷ്ടത കൂടെ നടന്നപ്പോഴാ ജപ്തി വന്നത്. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയപ്പോഴാണ് ഒരു രോഗം, ക്യാൻസറും കൂടെ. അങ്ങനെ വെല്ലച്ചാതി തട്ടുകടയൊക്കെ ഇട്ട് പോയപ്പോഴാണ് ഒരു പെറ്റിയും കൂടെ. മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തട്ടിയും മുട്ടിയും പോയപ്പോഴാണ് ഒരു ജപ്തിയും കൂടെ ഇങ്ങോട്ട്. എല്ലാവരും ഉണ്ടോ? പത്രോസ് പറയുന്നു, പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം കൂടെ, അപൂർവമായിട്ടൊന്നും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ അതിശയിച്ചു പോകരുത്. ചേന്തുരാമൻ പറഞ്ഞേ, എന്താ? നിന്റെ കീടം മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുകയാ. ചേന്ന കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, എന്താണ് തീ? ആ തീ എന്തിനാന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കീടം കത്തിച്ചു കളയാൻ, തേജസ്സും ബഹുമാനവും പുകഴ്ചയും തരാൻ നിന്നെ ചാമ്പലാക്കി തീ കത്തിക്കും. ആ തീ ഇവിടെ പുറപ്പെടാൻ പോവാ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ സെക്ഷൻ വിടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3:16. യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട്, വെള്ളിയല്ല വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് വാക്യം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ കാലഘട്ടത്തിൽ വചനമറിയാൻ വയ്യാത്ത വിവരദോഷികൾ ലക്ക് കെട്ട് തോന്നിവാസം വിളിച്ചു പറയുമ്പോൾ സത്യവചനം ശ്രദ്ധിക്കുക. എനിക്ക് പിന്നാലെ ഒരുവൻ വരും, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും, അടുത്തത് തീ കൊണ്ടും സ്നാനം. ഏത് തീ? എന്തിനാ തീയുടെ സ്നാനം? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തീയുടെ സ്നാനം നിന്നിലുള്ള കീടം കത്തിക്കാനാണ്. അല്ലാതെ തീയുടെ സ്നാനം തരുന്നവൻ പുറകെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അന്യഭാഷ പറഞ്ഞ് കസേര ഓടിക്കാനല്ല. നിൽക്കവിടെ, തുള്ളാൻ വരട്ടെ, ചാടാൻ വരട്ടെ. നിന്നിലുള്ള അശുദ്ധിയും നിന്നിലുള്ള കീടവും നിന്നിലുള്ള വർഗീയതയും നിന്നിലുള്ള അസൂയയും നിന്നിലുള്ള കുശുമ്പും നിന്നിലുള്ള പുന്നായ്മയും അത് കത്തിക്കാൻ ഒരുവൻ എൻ്റെ പുറകെ വരുന്നെന്നാ യോഹന്നാൻ പറഞ്ഞ്. ഈ വാക്യം വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ അവിടെ തീ കത്തുന്നേ പറഞ്ഞ് തുള്ളുന്നു. എനിക്ക് പുറകെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഉറപ്പ്. 2, തീ കൊണ്ടുള്ള സ്നാനം. തീ കൊണ്ടുള്ള സ്നാനം എന്തിനാ? പൊന്നുപോലെ നിന്നെ പണ്ടത് പുറത്ത് കൊണ്ടുവരാൻ. എത്ര പേർക്ക് ഞാൻ ആ പറഞ്ഞതിന് ആഴം മനസ്സിലായി? അതുകൊണ്ട് വല്ല ദുരാത്മാവിൻ്റെയും വല്ല വചനവിരുദ്ധവും കേട്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നവരാകരുത്. ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരും കള്ള ഇടയന്മാരും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നൂതന ഉപദേശങ്ങളുമായി നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുക. ഇപ്പം തീ കത്താൻ പോവുക, ഇപ്പം വിടുതലുണ്ടാകാൻ പോവുക. കള്ളമാ പറയുന്നത്, തിരിച്ചറിഞ്ഞുകൊള്ളുക. അവൻ്റെ കയ്യിലുള്ള തീ എന്തിനാണെന്നറിയാമോ? നിന്നെ പൊന്നാക്കാനുള്ള തീയേ ഉള്ളൂ, നിന്റെ കീടം കത്തിക്കാനുള്ള തീയാ. ഇന്ന് പകൽ ദൈവസഭയിൽ ഇതിനകത്തുനിന്ന് ആ തീ പുറപ്പെടും. ഏത് തീയാ? നിന്നെ തുള്ളിക്കാനുള്ള തീയല്ല, പിന്നെയോ നിന്നിലുള്ള കീടം കത്തിക്കുന്ന തീ, നിന്നിലുള്ള അശുദ്ധി കത്തിക്കുന്ന തീ. എത്ര പേര് അതിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് പകൽ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ. തീ പോലെ ഇതിനകത്തിറങ്ങണം. എന്തിനാണെന്നറിയാമോ? ചുള്ളിയും കമ്പുമൊന്നും കത്തിക്കാനല്ല, നിന്നിലുള്ള കീടം കത്തിക്കുക. തിരിച്ചറിവ് കിട്ടിയവർ കരമടിച്ചു ദൈവത്തെ. എനിക്ക് പിന്നാലെ ഒരുവൻ വരും, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും. പരിശുദ്ധാത്മാവിനുള്ള സ്നാനം എന്തിനാ? ഒരുവന് ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേണം. എന്തിനാ അത്? സകല സത്യത്തിലും നടക്കാൻ. ഒരു ദൈവവേദനയെ ആദ്യം പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തും.
സകല സത്യത്തിൽ നടത്തും. അതിനുശേഷം അവൻ്റെ കയ്യിലുള്ള അടുത്ത ആയുധം തീയിലുള്ള സ്നാനം. എന്തിനാ? പരിശുദ്ധാത്മാവിൽ നടക്കുന്നവൻ്റെ കീടം കത്തിച്ച് കളയാൻ. കീടം കത്തിക്കുന്നത് എന്തിനാ? തേജസ്സും ബഹുമാനവും പുകഴ്ചയും നിനക്ക് കിട്ടാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അതുകൊണ്ട് നിങ്ങളുടെ അഗ്നിശോധനയെങ്കിൽ അപൂർവമായ ഒരു കാര്യം കൂടെ വന്നെന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. കരമടിച്ചു പറ, ഞങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ലെന്നെണ്ണുന്നു, സാരമില്ലെന്നെണ്ണുന്നു. തിരിച്ചറിവ് കിട്ടിയവർ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യത്തിൽ വന്ന് ഞാൻ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാ. നമ്മുടെ കുറിവാക്യം 19, അടുത്തത് വെളിപ്പാട് 3:19. എനിക്ക്, ഇനി ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. വല്ലതും പിടികിട്ടിയോ? ഈ വാക്യത്തിനിടയ്ക്ക് ഇത്രയും കാര്യം മറഞ്ഞു കിടക്കുക. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. തള്ളിക്കളയാനല്ല, നിന്റെ കീടം കത്തിക്കാൻ. എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാൻ കഴിയും? അടുത്തത് വാക്യം 20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ വാതിക്കൽ നിന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അങ്ങനെയെങ്കിൽ വാതിക്കൽ അവൻ നിപ്പുണ്ട്. ആര്? കർത്താവ് നിപ്പുണ്ട്. നിന്നെ തീയിൽ ശോധന കഴിച്ച് നിന്റെ കീടം കളഞ്ഞ് തേജസ്സും ബഹുമാനവും തരാൻ വാതിക്കൽ നിപ്പുണ്ട്. വരാൻ പോവുക. ആര്? സമർപ്പിക്കപ്പെടുത്തും. ഇനി അവസാന ഒറ്റ വാക്യം കൂടെ, 21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അങ്ങനെയാണ് ഒരു കാര്യം കൂടെ പറയാം. ശീതോഷ്ണവാനായിട്ടിരിക്കരുത്. ഉഷ്ണവാനായിരുന്ന്, ഉഷ്ണവാൻ്റെ മേൽ തീ കത്തുമ്പോൾ ഒന്നും കൂടെ ഉഷ്ണം കൂടും. കീടമെല്ലാം കത്തിപ്പോയാൽ വാതുക്കെ നിന്ന് നിന്നെ കൈപിടിച്ചകത്ത് കയറ്റും. അടുത്തത്, ജയിച്ച് കയറി വന്നാൽ നീ എൻ്റെ കൂടെയും ഞാൻ നിൻ്റെ കൂടെയും അത്താഴം കഴിക്കും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഈ ഓട്ടക്കളത്തിൽ ഓടി പരാജയപ്പെടാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, ജയിക്കാനാണ്. എത്ര പേര് ജയിക്കാൻ ആഗ്രഹിക്കുന്നു? ഈ കഷ്ടതയുടെ ശോധനയിൽ തളർന്നു പോകരുത്. ജയിച്ച് ജയാളിയായി കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് എത്തേണ്ടതുണ്ട്. എത്ര പേരൊന്ന് സമർപ്പിക്കുന്നുണ്ട്? ഞാൻ നിങ്ങൾക്കൊരു ഓട്ടർക്കോട് തരികയാണ്. എന്നിൽ ചില അശുദ്ധികളുണ്ട്, ചില കീടങ്ങൾ എന്നിലുണ്ട്. അതെന്നിൽ നിന്നൊന്ന് കത്തിക്കണമേ, എനിക്കൊരു തീ അയച്ചു തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഇതെനിക്ക് കഷ്ടതയുണ്ട്, അതിൻ്റെ ഇരട്ടി തന്നാലും ഞാൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. കാരണം ഈ കഷ്ടത എന്നെ പുറത്തു കൊണ്ടുവരാനാണ്. ഈ തിരിച്ചറിവ് കിട്ടിയെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു വാട്ടർ കോൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് സമർപ്പിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ നിങ്ങളുടെ ആരുടെയും തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അക്കാരം ഉയർത്തി ഒന്ന് പറഞ്ഞേ. എന്നിലുള്ള അശുദ്ധികൾ, എന്നിലുള്ള കീടങ്ങൾ അവിടെ നിന്ന് പകൽ കത്തിച്ച് കളയണം എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ആരും മൗനമായി നിൽക്കാതെ വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. എന്നിൽ ഒത്തിരി അശുദ്ധിയും കീടവുമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞവർ, ഞാൻ സമ്പന്നനാകാനാണ് അവൻ എന്നെ, വചനത്തിൽ സമ്പന്നനാകാൻ, നിത്യതയിൽ സമ്പന്നനാകാൻ അവൻ എന്നെ വിളിച്ചു. എൻ്റെ കീടങ്ങളെല്ലാം കത്തിക്കണമെന്നൊന്ന് പറഞ്ഞ് എല്ലാവരും ഈ സമയം എല്ലാവരും പ്രാർത്ഥിച്ചു. 2 മിനിറ്റ്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ,
ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഒന്ന് സമർപ്പിച്ചേ. ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നു പോയി. കഷ്ടതയുടെ ശോധന വന്നപ്പോൾ ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോയി. പക്ഷെ കഷ്ടത വന്നത് എന്നെ തകർക്കാനല്ല, പണിയാനാ. കരവൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദൈവസന്നിധിയിലല്ലേ? ഉയർത്തിപ്പിടിച്ചേ. എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ കീടമെല്ലാം എടുത്ത് കളയണമേ. ഒരിക്കൽ കൂടി അവിടുത്തെ തീ എന്നിൽ മേലയക്കണമേ. ആ തീ എന്നെ ശുദ്ധീകരിക്കുന്ന തീയായി മാറട്ടെ. അതെന്നിലെ കീടങ്ങളെ പുറത്ത് കളയുന്ന തീയായി മാറട്ടെ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഈ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ കീടങ്ങളും മാറട്ടെ. ഓരോ വ്യക്തികളുടെ മേലും മറഞ്ഞിരിക്കുന്ന കീടങ്ങളെ ദൈവം കത്തിച്ചാട്ടെ ഈ നിമിഷം. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ കീടങ്ങൾക്കകത്ത് കുരുക്കി ആമേൻ. ശത്രു തകർക്കാൻ നോക്കുന്ന എല്ലാ കീടങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിച്ചു കളയുകയാ. ന്യൂമ ചർച്ചിനകത്തിരിക്കുന്ന സകല കീടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കത്തിച്ചു കളയുകയാ. ഈ പട്ടണത്തിലിരിക്കുന്ന സകല കീടങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തീയിറക്കി കത്തിക്കുന്നു. അവിടുത്തെ തീയിറക്കി ഞങ്ങളെ എല്ലാ അശുദ്ധികളെയും ചാമ്പലാക്കണം. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ചകൾ ഉയർച്ചകളും നന്മകളും കൊടുക്കണമേ. കച്ചവടങ്ങളെ വിശാലപ്പെടുത്തണമേ. ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി നന്മ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കഥാപെടുന്ന് അനുഗ്രഹിച്ച് മാനിക്കണം. അടിയങ്ങളെ മേൽപ്പിക്കുന്ന ശുശ്രൂഷകളും വഴികളും വാതിലുകളും തുറന്നു നന്നാട്ടെ. അടിയങ്ങളുടെ മേലുള്ള കീടങ്ങളെല്ലാം കത്തിക്കണമേ. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കണം. അതിലുപരിയായി നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി ഞങ്ങളെ മാറ്റണം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ പുണ്യനാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം പ്രാർത്ഥിച്ച സകല വിഷയവും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ ഇന്നും ഇന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം ജയന്ന ദൈവത്തിന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. വളരെ സന്തോഷത്തോടെ പോകാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.